പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്വർണപ്പുള്ളികൾ ഈ കഥ കേൾക്കൂ. ഡോട്ടു, എന്തു രസമാണ് നിന്റെ ദേഹത്തെ സ്വർണപ്പുള്ളികൾ. ലോറുമാൻ കൂട്ടുകാരിയായ ഡോട്ടുവിനോട് എപ്പോഴും പറയും. സ്വർണപ്പുള്ളികളുള്ളൊരു നിന്നുടെ ദേഹം കാണുമ്പോൾ കൊതിയാവുന്നു ചങ്ങാതി, എന്തൊരു രസമാണ്, ആഹാഹാ. മ്ലാവ് വിഭാഗത്തിൽപ്പെട്ട ലോറുവിൻ്റെ ദേഹത്ത് പുള്ളികളില്ല. പുള്ളിമാനുകളുടെ സൗന്ദര്യം അവളെ പലപ്പോഴും അസൂയപ്പെടുത്താറുണ്ട്. അങ്ങനെയിരിക്കെ ലോറു പുല്ല് തിന്ന് നടക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു വേടൻ്റെ വലയിൽപ്പെട്ടു. വലയിൽ അകപ്പെട്ട മാനിനെ വേടൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സ്വർണ്ണ നിറമുള്ള പെയിന്റ് കൊണ്ട് ദേഹത്ത് മനോഹരമായി പുള്ളികൾ വരച്ചു ചേർത്തു. പെയിന്റ് ദേഹത്ത് പറ്റിയപ്പോൾ ലോറുവിന് ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. വല്ലാത്ത ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടായി. നിന്നെ ഞാനൊരു സുന്ദരി പുള്ളിമാനാക്കി മാറ്റിയിട്ടുണ്ട്, ഇനി 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കണം എന്നു പറഞ്ഞു. കാട്ടുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നു വിൽക്കുന്ന സംഘത്തിൻ്റെ കണ്ണിയായിരുന്നു അയാൾ. ഇടയ്ക്കൊക്കെ ലോറുവിൻ്റെ പുള്ളികൾ തെളിക്കാനും അയാൾ മറക്കാറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വനം വകുപ്പുകാർ ആ വീട് വളഞ്ഞ് മൃഗങ്ങളെയെല്ലാം സ്വതന്ത്രരാക്കി കാട്ടിൽ വിട്ടു. അക്കൂട്ടത്തിൽ ലോറുവും രക്ഷപ്പെട്ടു. അവൾ ഓടിച്ചാടി കൂട്ടുകാരുടെ അടുത്തെത്തി. അതാ ഒരു സുന്ദരി പുള്ളിമാൻ വരുന്നു. ഡോട്ടുവും കൂട്ടുകാരികളും പറഞ്ഞു. ഡോട്ടു, ഇത് ഞാനാണ് കൂട്ടുകാരി, ലോറു തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആഹാ, അമ്പടി കേമി, നീ സുന്ദരിയാവാൻ പോയിരിക്കുകയായിരുന്നു അല്ലേ? അയ്യയ്യോ, അല്ലല്ല, ഒരാൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി ബലമായി ദേഹത്ത് ചായം പുരട്ടിയതാണ്. ഏതായാലും നിന്റെ ആഗ്രഹം നടന്നല്ലോ, സ്വർണ്ണ പുള്ളിമാനായി മാറാൻ പറ്റിയല്ലോ. മറ്റൊരു പുള്ളിമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട വേണ്ട, ദേഹമാകെ ചൊറിഞ്ഞു പൊട്ടുന്നു, വല്ലാത്ത പൊള്ളലും. ഞാൻ ഓടിപ്പോയി നദിയിൽ മുങ്ങി ഈ ചായമെല്ലാം കഴുകിക്കളയട്ടെ എന്നു പറഞ്ഞ് ലോറു പുഴയിലേക്ക് ഓടി.